ഹേയ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ എൻ്റെ വ്ളോഗെന്ന് പറയുന്നത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെതാണ്. അപ്പോൾ നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരാണ് പോയിട്ടുള്ളത്. ഒന്നെൻ്റെ ഇക്കായും മറ്റേത് അനിയനുമാണ്. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഡയറക്റ്റ് പോയത് ഞാൻ പഠിച്ചിരുന്ന കോളേജിലോട്ടാണ്. ദാഹനീരുള്ള നീണ്ട പൂക്കുന്ന മാമരുപ്പച്ചയോ മണലിൻ അങ്ങനെ കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പോകുന്നത് സാറിൻ്റെ ഓഫീസിലോട്ടായിരുന്നു. സാറിൻ്റെ കുറച്ച് സൈനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, എങ്കിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പിന്നീട് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ ഫില്ല് ചെയ്യുവാണ് കോളേജിലിരുന്നുകൊണ്ട് തന്നെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞെല്ലാം ഓക്കെ ആക്കി സാറിൻ്റെ സൈനൊക്കെ മേടിച്ച് തിരിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ ഡയറക്റ്റ് പഞ്ചിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. കോളേജിൽ നിന്ന് നേരെ ഡയറക്റ്റ് പഞ്ചിങ് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ പഞ്ചിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കാനായിട്ട് ടൈമില്ലാത്തത് കൊണ്ട് കട്ട്ലറ്റും ഫ്രൂട്ടിയും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പഞ്ചിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് അതൊക്കെ കഴിച്ച് നേരെ റീജിയണൽ സെൻറ്ററിൽ പോയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ റീജിയണൽ സെൻറ്ററിലെത്തി അവിടെ നിന്ന് കൊടുക്കേണ്ട ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നേരെ അകത്തോട്ട് പോയിട്ടുണ്ട്. അവിടെയാണ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അവിടെയും കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഫില്ല് ചെയ്ത് നേരെ സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ പ്രോജക്റ്റ് സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെയാണ് ഇത് മൊത്തം ഓട്ടോ ഓടിയത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ നമ്മൾ ഡയറക്റ്റ് മന്തി മനസ്സിൽ കയറിയിട്ടുണ്ട് മന്തി കഴിക്കാനായിട്ട്. കൈയൊക്കെ കഴുകി ഫ്രഷായി നമ്മളൊരു സീറ്റ് കണ്ടെത്തി അവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി മന്തി വരാനുള്ള വെയിറ്റിങ്ങിലാണ്. ഓർഡർ എടുക്കാൻ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ ഉദ്ദേശിച്ച മന്തി ഇവിടെ ഇല്ല എന്നുള്ളത്. പിന്നെ നല്ല വിശപ്പുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ നമ്മളവിടെ ഉള്ളതിലൊരെണ്ണം ചൂസ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്യുവാണ്. പിന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് പോയത് നമ്മുടെ വീട്ടിലോട്ടല്ല, കുഞ്ഞാടെ വീട്ടിലോട്ടാണ്. അവിടെ ഉമ്മച്ചിയുണ്ട്. അവിടെ നിന്ന് ഉമ്മച്ചിയും പിക്ക് ചെയ്തിട്ട് വേണം ഇനി തിരിച്ച് പോകാൻ. അങ്ങനെ അവിടെ അനിയത്തിയായിട്ട് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.